ലിയോണൽ മെസ്സി ജനിച്ച കഥ അറിയാമോ? അർജന്റീനയിലെ റൊസാരിയോ ഇറ്റലിയാനോ ഗാരിബാഡി ഹോസ്പിറ്റലിൽ തന്റെ മൂന്നാമത്തെ കുഞ്ഞിനുവേണ്ടി ജോർജ് ഹൊറാസിയോയും സെലിയ മറിയ കുച്ചിറ്റിനിയും കാത്തിരിക്കുകയായിരുന്നു. ഏകദേശം 8:30 ആയപ്പോൾ അവർക്ക് ഒരു ആൺകുഞ്ഞു ജനിച്ചു. അവർ ആ കുട്ടിക്ക് ഒരു പേര് നൽകി, ലിയോണൽ ആന്ദ്രസ് മെസ്സി. മെസ്സിയുടെ സഹോദരന്മാർ എല്ലാം ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിക്കുന്നവർ ആയിരുന്നു. അവരുടെ ആ കളികൾ കണ്ടാണ് മെസ്സി വളരുവാൻ തുടങ്ങിയത്. ഫുട്ബോൾ എന്ന സ്വപ്നം ചെറുപ്പം മുതലേ മെസ്സിയുടെ ഉള്ളിൽ കയറിക്കൂടി. അതുകൊണ്ടുതന്നെ വളരെ അധികം വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ആയിരുന്നു മെസ്സിയുടെ ആ കുഞ്ഞു കാലുകൾ കൊണ്ടുള്ള പന്ത് തട്ടൽ. അന്ന് എന്തോ ചില കാരണങ്ങളാൽ വീടിന്റെ പുറത്ത് ഇരിക്കുകയായിരുന്നു മുത്തശ്ശി. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ കുഞ്ഞു മെസ്സിയും ഓടി കളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വളരെ യാദൃച്ഛികമായാണ് മുത്തശ്ശി അത് ശ്രദ്ധിക്കുന്നത്. വെറും ഒരു 4-ാം വയസ്സുകാരൻ കളിക്കുന്നത് പോലെയായിരുന്നില്ല അവന്റെ കളി. അവൻ തട്ടുന്ന ഓരോ പന്തിനും കൃത്യമായ ലക്ഷ്യസ്ഥാനം ഉണ്ടായിരുന്നു. ഉടനെ തന്നെ മെസ്സിയുമൊത്ത് മുത്തശ്ശി പുറത്തേക്ക് യാത്ര തിരിച്ചു. ഗ്രണ്ടോളിയിലെ ഒരു പ്രാദേശിക ക്ലബിലേക്കാണ് അവർ എത്തിയത്. തുടർന്ന് ഒരു ഫുട്ബോൾ പരിശീലന ക്ലാസ്സിൽ അവനെ ചേർത്തു. ശേഷം മുത്തശ്ശി കൊച്ചുമകൻ ഒരു വാക്കും നൽകി, നീ വളർന്നു വലുതാകുമ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫുട്ബോൾ കളിക്കാരനാകും. നിന്റെ മുത്തശ്ശിയുടെ വാക്കാണ്. സ്കൂൾ ഫുട്ബോൾ മാച്ചുകളിൽ മെസ്സി ഉള്ള ടീമിന്റെ എതിർവശത്ത് കളിക്കുവാൻ കുട്ടികൾക്ക് പേടിയായിരുന്നു. അങ്ങനെ മെസ്സി ആ നാട്ടിൽ എല്ലാം ചെറുതായി പ്രശസ്തനായിക്കൊണ്ടിരുന്നു. ആ ഇടക്ക് മെസ്സിയുടെ സഹോദരന്മാർ കളിക്കുന്ന ഒരു ടൂർണമെന്റിൽ അവരുടെ എതിർവശം കളിക്കുന്ന ടീമിൽ ഒരു കുട്ടിയുടെ കുറവുണ്ടായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു മാച്ച് ഉണ്ടായിരുന്നത്. ആ പ്രായപരിധിയുള്ള കുട്ടിയെ കിട്ടാതെ എന്തു ചെയ്യും എന്നാലോചിച്ച് നിൽക്കുന്ന അവരുടെ ഇടയിലേക്ക് ലിയോണൽ മെസ്സി എന്ന പേര് വന്നത്. കളിയെക്കുറിച്ച് മെസ്സിക്ക് അറിയാം എന്ന അവന്റെ സഹോദരന്മാരുടെ ഉറപ്പിൽ കോച്ച് അവനെ ടീമിൽ എടുത്തു. എന്നാൽ മെസ്സിയുടെ കുടുംബത്തിന് കളിക്ക് ഇടയിൽ അവൻ എന്തെങ്കിലും പറ്റുമോ എന്ന ഭയം ഉണ്ടായിരുന്നു. എന്നാൽ കോച്ച് അവന്റെ അടുത്തേക്ക് പന്ത് എത്തുകയില്ലെന്നും എണ്ണം തികയ്ക്കാൻ വേണ്ടി മാത്രമാണ് എന്നും പറഞ്ഞ് അവരെ സമ്മതിപ്പിച്ചു. അങ്ങനെ മെസ്സി ആ വലിയ കുട്ടികളുടെ കൂടെ ആദ്യമായി ടൂർണമെന്റ് കളിക്കുവാൻ ഇറങ്ങി. കാണികൾ വിചിത്രതയോടെ ആയിരുന്നു ആ ബാലനെ കണ്ടിരുന്നത്. അങ്ങനെ കളി തുടങ്ങി. എന്നാൽ കളിയുടെ പകുതിയിൽ ടീം അംഗങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി. പന്ത് മെസ്സിയുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നു. കോച്ചിന്റെ ഉള്ളിൽ ഹൃദയമിടിപ്പ് കൂടി. എന്നാൽ മെസ്സി ആ പന്ത് കണ്ട് പേടിച്ച് ഒഴിഞ്ഞുമാറി. എന്നാൽ മത്സരത്തിന്റെ 30-ാം നിമിഷത്തിൽ അത് വീണ്ടും സംഭവിച്ചു. ഈ സമയം പന്തിന് അധിക വേഗത ഉണ്ടായിരുന്നു. എന്നാൽ കോച്ചിന് ഭയം ഉണ്ടായിരുന്നില്ല. അവൻ അത് ഒഴിഞ്ഞു മാറും എന്നറിയാമായിരുന്നു. എന്നാൽ പന്ത് അവന്റെ അടുത്ത് എത്തിയ ശേഷം അവൻ പന്ത് കാലിൽ ഏറ്റി ആ മൈതാനത്തിന് ചുറ്റും ഓടുവാൻ തുടങ്ങി. എതിർവശത്തെ കളിക്കാർ തലങ്ങും വിലങ്ങും അവൻ പിന്നിൽ കൂടി. കോച്ച് ശ്വാസം അടക്കിപ്പിടിച്ചാണ് ആ രംഗം കണ്ടത്. എന്നാൽ എതിർവശത്തെ ആർക്കും തന്നെ പന്ത് അവന്റെ കാലിൽ നിന്നും എടുക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ ആ ഗോൾ പോസ്റ്റിലേക്ക് ആ പന്ത് കയറ്റി. കാണികൾ എല്ലാവരും നിശബ്ദരായി. കോച്ചിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഗോൾ പോസ്റ്റിലേക്ക് പന്ത് കയറ്റിയതിനു ശേഷം മെസ്സി ഒന്ന് തിരിഞ്ഞു നോക്കി. അതുവരെ കേട്ട് പരിചയം ഇല്ലാത്തതും ഇനി അങ്ങോട്ട് കേൾക്കുവാൻ ഉള്ളതുമായ ശബ്ദം അവന്റെ കാതുകളിൽ എത്തി.